ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഹിമാലയൻ നദിയായ ഗംഗയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗംഗാ നദി എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. 2008 നവംബർ 4-നാണ് ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. എപ്പോഴാണ്? 2008 നവംബർ 4-ന്. 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ നീളം. ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 5 നദികളാണ് കേട്ടോ. ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. ഏതൊക്കെയാണ്? അളകനന്ദ, ഭഗീരഥി, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ്. ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഭഗീരഥിയും അളകനന്ദയും ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചിട്ട്, പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത്. ഗംഗയുടെ വലതുകരയിലുള്ള പ്രധാന പോഷക നദികളാണ് സോൺ, യമുന, ദാമോദർ. ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, കാക്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ എന്നിവ. ഗംഗയുടെ പ്രധാന പോഷക നദികളാണ് യമുന, അളകനന്ദ, കോസി, സോൺ, ദാമോദർ, രാംഗംഗ, ഗണ്ഡകി, മഹാനന്ദ എന്നിവ കേട്ടോ. ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് സോൺ. ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് സോൺ. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് ഫറാക്ക് ബാരേജ്. അതാണ് ഫറാക്ക ബാരേജ് കേട്ടോ. 1975-ലാണ് ഫറാക്ക ബാരേജ് പ്രവർത്തനം ആരംഭിച്ചത്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. ചാന്ദ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് ഗംഗ ബ്രഹ്മപുത്രയുമായി ചേർന്ന് മേഘന എന്ന പേരിൽ ബംഗ്ലാദേശിലൂടെ ഒഴുകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധേശ നദീജല പദ്ധതി ആരംഭിച്ച ദാമോദർ നദിയിലാണ്. ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരങ്ങളുടെ പേരിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് സുന്ദർബൻ ഡെൽറ്റ എന്ന പേര് ലഭിച്ചത്. റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശമാണ് സുന്ദർബൻസ് എന്നത്. 1986 ജനുവരി 14 നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ എന്നത്. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു. ഗംഗ ആക്ഷൻ പ്ലാനിനെ കുറിച്ചുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ 2014 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നമാമി ഗംഗ എന്നത്. നമാമി ഗംഗ പ്ലാൻ കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. ക്ലീൻ ഗംഗ പദ്ധതിക്ക് വേണ്ടി 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ജർമ്മനി. 144 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്നത്. അത് അലഹബാദിലാണ് നടക്കുന്നത്. അവസാനമായി മഹാകുംഭമേള നടന്നത് 2013-ലാണ് കേട്ടോ. 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേള നടക്കുന്നത് അലഹബാദ്, ഹരിദ്വാർ പ്രദേശങ്ങളിലാണ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അലഹബാദ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാ നദീതടമാണ്. അത് 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണ് ഹൂഗ്ലി എന്നത് കേട്ടോ. ഹൂഗ്ലിയുടെ പോഷക നദിയാണ് ദാമോദർ. അമർനാഥ് സ്ഥിതി ചെയ്യുന്നത് അമരാവതിയുടെ തീരത്താണ്. അപ്പോൾ ഇനി ഗംഗാ സംഗമം നോക്കാം. ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി ത്രിവേണി സംഗമം നടക്കുന്നത് പ്രയാഗിലാണ് കേട്ടോ. അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. അളകനന്ദ, പിണ്ടാർ, കർണപ്രയാഗ്. അളകനന്ദ, ധൗളിഗംഗ, വിഷ്ണുപ്രയാഗ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനിയാണ്. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദയാണ്. ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്.